ഹലോ സാറേ. ഹലോ സാറേ, ഞാൻ ആ മൂന്നാർ ടൗണില്ലേ, അവിടെ നിന്നും പിടിച്ച പ്രതിനെ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിട്ട് കൊണ്ടുവന്നതാണേ. ഇത് മെഡിക്കൽ എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയതാണല്ലോ, ഇത് കഴിഞ്ഞില്ലേ? അയ്യോ എന്റെ സാറേ, മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങേർക്ക് ബ്ലഡ് കിട്ടുന്നില്ലെന്ന്. ബ്ലഡ് കിട്ടുന്നില്ലെങ്കിൽ ഒരു ബണ്ണ് മേടിച്ചു കൊടുക്കൂ. എന്റെ പൊന്ന് സാറേ, ഞാൻ ബ്ലഡ് എന്നാ പറഞ്ഞത്, ബ്ലഡ് എന്നല്ല. അങ്ങേർക്ക് ശരീരത്തെ നിറച്ച് സ്പിരിറ്റ് ആണെന്ന്. ഓ, ഇതൊക്കെ വിളിച്ചു പറയാം മേഡത്തിനുള്ളൊരു സ്പിരിറ്റ്. ഒറ്റ ചവിട്ട് തന്നാലുണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന പല്ലി ഉണ്ടോ, അതിന്റെ കൂട്ടത്തിൽ പോയിരിക്കും. മിണ്ടാതെ അവിടെ നിന്നോണം. സാറേ സാറേ കേൾക്കുന്നുണ്ടോ സാറേ? പറഞ്ഞു സാറേ, ഞാൻ എന്താ ചെയ്യണ്ടേ സാറേ? ഒരു കാര്യം ചെയ്യും, അവനെ അവിടെ കൊടുത്തിട്ട് തന്നെ വാ. പവർ കട്ട് സമയത്ത് അവര് മൂക്കിൽ തിരിയിട്ട് കത്തിച്ചോളൂ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയതാ മെഡിക്കൽ എന്ന് പറഞ്ഞു. എപ്പോ സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യും? അയ്യോ ദേഷ്യപ്പെടല്ലേ സാറേ, ഞാൻ മെഡിക്കൽ ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുവരാം. ശരി. ശരി സാറേ. മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ വീടിന്റെ പടിക്കൽ ഇറക്കി വിട്ടാൽ മതി, ഞാൻ നേരെ വീട്ടിലേക്ക് പൊക്കോളാം. വീട്ടിന്റെ പടിക്കൽ ഇറങ്ങുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞത്? പിന്നെ മെഡിക്കൽ എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്റെ ദൈവമേ, പോലീസുകാരെല്ലാരും കൂടി എന്നെ ഡോക്ടറാക്കാൻ പോവാണോ? ഡോക്ടറാ? പിന്നെ മെഡിക്കൽ എന്ന് പറഞ്ഞേ ഡോക്ടറല്ലടാ, നിന്നെ ഞാൻ ജില്ലാ കളക്ടർ ആക്കാം. എന്റെ ദൈവമേ, ഈ വക റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാനുള്ള കെൽപ്പനിക്കില്ല. റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു വാക്ക് പോലും പറയാനുള്ള ആവതില്ല. മിണ്ടാതെ ഇവിടെ അടങ്ങി നിന്നോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാടോ ഈ കുടിച്ച് നശിക്കണത് നിങ്ങള്? സത്യം പറഞ്ഞാണല്ലോ, ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ ഭാര്യയുടെ വിഷമവും സങ്കടവും കരച്ചിലും കണ്ട് സഹിക്കാൻ പറ്റാട്ടോ ഞാൻ കുടിക്കണത്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്തു. എന്തിനായിരുന്നു കരഞ്ഞത് ഭാര്യ? ഞാൻ ഈ കള്ളു കുടിച്ച് നടക്കണ കാരണം. ഒരു സിറിഞ്ച് കിട്ടിയിരുന്നെങ്കിൽ ഇവനെ ഞാൻ അതിനടുത്തെടുത്ത് കുത്തി നിർത്തിയനായിരുന്നു. അങ്ങനെയൊക്കെ ആരെങ്കിലും കണ്ടെങ്കിൽ ഞാൻ ബോൾ പേരെ അത് വിചാരിക്കും. പ്ലീസ് എടോ, തനിക്ക് നന്നാവാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്തൂടെയോ തനിക്ക്? നിന്റെയൊക്കെ കാര്യത്തിൽ ഇടപെട്ട് എന്റെ കാര്യം നടക്കാതെയാവും. നീ ആ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. എന്റെ പേരെന്നതായിരുന്നു? ബേബിക്കുട്ടൻ. ആര് വേവിച്ചു വെച്ചെന്ന്? വേവിച്ചോട്ടല്ല, ബേബിക്കുട്ടൻ. ബേബിക്കുട്ടൻ. നിന്റെ മക്കൾ എത്ര ഉണ്ട്? മൂത്താള് നെപ്പോളിയൻ, രണ്ടാമത്തെ ആള് ഹെർക്കുലീസ്, പിന്നെ ഇളയതൊരു പെങ്കൊച്ച ആന്റിക്കുറ്റി. ആന്റിക്കുറ്റിയോ? എടാ, വീട്ടുപേര് എന്നതാടാ? കളപ്പുരക്കൽ. കളപ്പുരക്കല്ലടാ, റേജ് നിലയൊന്നും ഇടണം. അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ചേരണത്. അമ്മാവൻ ഏതെങ്കിലും ഒരു വക്കീലിനെ കാണാൻ അറേഞ്ച് ചെയ്തിട്ട് ജാമ്യത്തിൽ എടുക്കാൻ നോക്കും. ഇത്ര വലിയ പിടിവാശി വേണം മേഡത്തിന് ഒറ്റയ്ക്ക് പോയി എടുക്കാവുന്ന കേസിലുള്ളൂ. എന്തോന്ന് ജാമ്യത്തിന് എടുത്തുകൊണ്ടാ പറഞ്ഞു? ആടാ, ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ട് ജാമും പുരട്ടി അങ്ങ് തിന്നാ. ഞാൻ അതാണോ പറഞ്ഞേ? ജാമ്യത്തിലെടുത്ത് വീട്ടിൽ പോണ്ടായോ വക്കീലിനെ അങ്ങനെ ഏർപ്പാടാക്കാൻ? സത്യം പറഞ്ഞിട്ടല്ലോ, എന്നെ ജാമ്യത്തിൽ എടുക്കാൻ ആരുമില്ല. ഇച്ചിരി എന്നെ ഒന്ന് എടുക്കാവോ? ഞാൻ ഒറ്റ കേട്ട് കേട്ട് തന്നാലുണ്ടല്ലോ. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്താണ് ഈ കാണിക്കണ? ഉറങ്ങി കിടക്കുന്ന മനുഷ്യനെടുത്ത് അടിക്കുന്ന ആരോടാ താൻ? ഇതാരാ തന്റെ അച്ഛൻ? അച്ഛനോ? താനാരാ? നെപ്പോളിയൻ. നിങ്ങളുടെ മേൽച്ചുണ്ട് നാട്ടുകാർ കണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ അത് ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ? അയ്യോ, അത് മീശ ഒന്ന് മൂടി പോയതാ. മീശ ഒന്ന് മൂടിപ്പോയി. ഇപ്പൊ എന്തിനാ മേഡം ഇയാൾ അറസ്റ്റ് ചെയ്തോന്ന് വന്നേക്കുന്നേ? അതൊന്നും എനിക്ക് അറിയണ്ട. ഇപ്പൊ തന്നെ ഇയാളെ ജാമ്യത്തിൽ എടുക്കാനുള്ള ഏർപ്പാടാക്കിക്കോ. അത് അവിടെ നിന്ന് കിട്ടത്തില്ല. എന്താ നിങ്ങൾ ചെയ്ത പ്രശ്നം? എന്റെ പൊന്നുമോനെ, മൂന്നാറല്ലേ, ഞാൻ വയസ്സായ ആളല്ലേ. രാവിലെ എനിക്ക് കഴിയുമ്പോ ഭയങ്കര തണുപ്പ്. അത് കാരണം ഞാൻ കരിയില കൂട്ടിയിട്ട് തീ കത്തിച്ചു. അതിനാണ് ഈ ആൾക്കാർക്ക് ഇവിടെ കൂടി എന്നെ പഞ്ഞിക്കിട്ട് പോലീസ് പിടിച്ചു കൊടുത്തത്, അറിയാമോ? പറയുമ്പോ മൊത്തം പറയണം തന്തേ. തണുപ്പാന്ന് പറഞ്ഞ് പെട്രോൾ പമ്പിലാണോ കരിയില കൂട്ടിയിട്ട് കത്തിക്കണത്? എനിക്ക് അതിനൊരു കയ്യബദ്ധം പറ്റിപ്പോ. എടോ, കയ്യബദ്ധം പറ്റിയെന്ന് പറയല്ലേ, താനൊന്ന് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോ. മേഡത്തിന് നിൽക്കുന്ന മനുഷ്യൻ ആരാന്നറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. നിന്റെ അച്ഛനല്ലേ? എന്റെ അച്ഛനാണ്. അതുപോലെ തന്നെ മഹാ കുഴുത്തുരുമാണ് ഇദ്ദേഹം. എന്റെ ബിജുക്കൊണ്ട ചേട്ടാ, നിങ്ങളിത് കേൾക്കണം. തേയില നുള്ളാൻ പോകുന്ന ചേച്ചിമാരെ വായി നോക്കാൻ പോണെന്ന് ഇദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം തേയിലത്തോട്ടത്തിൽ ചെന്നിരുന്നു. ഇത് അവിടെ മരുന്നടിക്കാമെന്ന് അണ്ണാച്ചികൾ കണ്ടു. ഇടി കിട്ടാതിരിക്കാൻ എന്താ പറഞ്ഞെന്നറിയാമോ? ഞാൻ തേയില തിന്നുന്ന പച്ചിലപ്പുഴുവാണ്, എന്നെ ഒന്നും ചെയ്യല്ലേ. അവസാനം പച്ചിലപ്പുഴു മഞ്ഞ ക്യാപ്പ് വെക്കില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് വെറുതെ വിട്ടത്. അല്ലേടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പച്ചിലപ്പുഴു എന്തൊക്കെയായി പറഞ്ഞു? ഇങ്ങനെ ഒരു പണിയൊന്നുമില്ലേ? പണിയില്ലേന്നോ? എനിക്കിട്ടിങ്ങനെ പണി തരിക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാന പണി. മേഡത്തിന് അറിയാമോ? അതല്ല ഞാൻ ചോദിച്ചത്, ജോലിയുണ്ടോ? ജോലി വരുമാനമാണോ? ആമസോണിൽ നിന്ന് ഒരു കൊരങ്ങന്റെ ഡ്രസ്സ് ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിട്ട് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവരുടെ മുമ്പിൽ പോയി കോക്കറി കാണിക്കും. അപ്പൊ അവരെന്തെങ്കിലും പഴമോ പച്ചക്കറി ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് പഴം നിന്ന് വയറ് നിറയ്ക്കും. ബാക്കി പഴം കൊണ്ട് കടയിൽ കൊടുക്കും. അതിൽ നിന്ന് കുറച്ച് കാശ് കിട്ടും. ആ കാശിന് മദ്യം മേടിക്കും. ഇവിടെയുള്ള തമിഴന്മാരെ ദേഹത്ത് കയറും. ഇതാണ് ഇദ്ദേഹത്തിന്റെ പണി. മേഡം, ഈ ഒരു കാരണം കൊണ്ടാണെങ്കിൽ പോട്ടെ എന്നെങ്കിലും വെക്കാം. ഈ ഫോറസ്റ്റുകാർ ഈ കാരണത്തിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഒരു ദിവസം ഫോറസ്റ്റുകാർ ഇങ്ങനെ കാട്ടിനോട് പോകുമ്പോഴേക്കും ഒരു സിംഹവാലം കുരങ്ങിരുന്ന് ബീഡി വലിച്ചോണ്ടിരിക്കുന്നു. എന്റെ ഈ തന്തക്കുരങ്ങ്. ഇയാള് ബീഡി വലിച്ചതോ പോട്ടേന്ന് ഓർക്കാം. ആ കാട്ടിലുണ്ടായിരുന്ന 12 സിംഹവാലം കുരങ്ങുകളാണ്
ആണ് ബീഡി വലി ഇയാൾ പഠിപ്പിച്ചത്. ഇപ്പൊ എനിക്കും എന്റെ അമ്മയ്ക്കും കിടക്കാൻ പറ്റുന്നില്ല. രാവിലെ ആകുമ്പോ ഈ സിംഹവാലം കുരങ്ങിനൊന്നും ഈ ബീഡിയില്ലാതെ വെളിക്കിരിക്കാൻ പോകാൻ പറ്റത്തില്ല. എന്റെ വീടിന്റെ ഡോറിൽ വന്ന് മുട്ടും. നീ കൊടുക്കോ? കൊടുത്തില്ലെങ്കിൽ ഇമ്മരെന്ന് നോക്കി കോക്കറി കാണിക്കും. മേഡത്തിന് ഒരു കാര്യം അറിയാമോ? ഇപ്പൊ ഈ സിംഹവാലം കുരങ്ങിന് വേണ്ടി ഞാൻ എന്റെ വീടിന് മുമ്പിൽ പെട്ടിക്കടയിട്ടേക്കുവാ. പൈസ വല്ലതും കിട്ടുമോ? എടോ, തനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് ജീവിച്ചൂടെ? ഇയാൾക്ക് കഴിവില്ലെങ്കിൽ നിനക്കെങ്കിലും ഒന്ന് തുടങ്ങി കൊടുത്തു. അദ്ദേഹത്തിന്റെ മോൻ ഞാനാണല്ലോ. അദ്ദേഹം ഇങ്ങനെ നശിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു ബിസിനസ് ഇട്ട് കൊടുത്തു. എന്നതാ? അതായത് ഈ മൂന്നാർ വരുമ്പോൾ ഈ ടൂറിസ്റ്റുകൾക്ക് ഇപ്പൊ നമ്മുടെ മലയാളികൾക്ക് വീട്ടിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിലും ഇവർ ചെത്തി വെച്ചേക്കണ പൈനാപ്പിൾ കാണുമ്പോൾ ഒരു തിന്നാൻ ആഗ്രഹം തോന്നും. അത് ശരി. ഈ ബിസിനസ് സാധനം ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹത്തിന് പൈനാപ്പിൾ, ആപ്പിൾ, മുന്തിരി, ഓറഞ്ച് ഒക്കെ ഉള്ള ഒരു ഞാൻ കടയിട്ട് കൊടുത്തു. വൈകുന്നേരം ഞാൻ വന്ന് നോക്കുമ്പോ എക്സൈസുകാരെ എന്റെ മുമ്പിൽ നിൽക്കുക. എന്റെ തന്ത അതെല്ലാം കൂടിയിട്ട് അങ്ങ് വാറ്റിയേക്കും. എന്റെ ദൈവമേ! അത് മാത്രല്ല, ആ വാറ്റികസിന് എന്നെ പിടിച്ചു. ഇയാള് പറയുവന്നേ ഞാനാ ഇതിനൊക്കെ പ്രേരിപ്പിച്ചെന്ന്. ഇവനെങ്ങനെ വെറുതെ വിട്ടാ ശരിയാവോ? ശരിക്കും ഞാൻ ഇങ്ങനെ നശിക്കാരനെന്ന് അറിയോ? എന്നതാ? ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ഞാൻ ഈ മൂന്നാറിൽ തുടങ്ങി നോക്കി. സഞ്ചാരികൾ കൂടുതലുള്ള സീസണിൽ ഞാൻ ആദ്യം തുടങ്ങിയത് കൂൾ ഡ്രിങ്ക്സ് ആണ്. പിന്നെ ചുണ്ടു കൂട്ടിയിരിക്കുന്നോടത്ത് അത്യാവശ്യമാണല്ലോ കൂൾ ഡ്രിങ്ക്സ്. അല്ല, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരുപാട് ചിന്തിച്ച് AC യുടെ ബിസിനസ് തുടങ്ങി. അതും പൊട്ടി. മൂന്നാറിലെ ജനങ്ങൾക്ക് അത്യാവശ്യമാണല്ലോ AC. അത് കഴിഞ്ഞാണ് ഒരിക്കലും പൊട്ടാത്ത ഒരു സംഭവം ഞാൻ തുടങ്ങിയത്, കമ്പിളി ബിസിനസ്. പക്ഷെ അത് 8 പൊട്ടിപ്പോയി. അതെങ്ങനെ പൊട്ടി? കമ്പിളി ബിസിനസ് ഒക്കെ മൂന്നാറിൽ അടിപൊളിയല്ലേ? ആ കമ്പിളി ബിസിനസ്സിലെ കമ്പിളി മൊത്തം അമ്പിളി എടുത്തോണ്ട് പോയി. അതാര്? എന്റെ അച്ഛന്റെ ഇറത്ത്. എന്റെ പൊന്നു മേഡം, അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ തമിഴന്മാർക്ക് മലയാളികളോട് ഭയങ്കര ഈഗോയാ. അതെന്നാടാ? നമ്മൾ ഓണത്തിന് നമ്മുടെ വീട്ടിലൊരു പൂക്കളോട്ട് തന്നെ തെറ്റാണോ? അതൊരു തെറ്റുമില്ല. ഓണത്തിന് ഞാൻ എന്റെ വീട്ടിൽ അടിപൊളി ഒരു പൂക്കളോട്ടു. തമിഴന്മാർ വന്നേച്ച എന്നെ നല്ല ഇടിയിടിച്ച് ചമ്പ് ചാറാക്കി കളഞ്ഞു. എന്നെ സംഭവം അറിയാമോ? എന്നാ സംഭവം? തമിഴന്മാർക്ക് മലയാളികളോടുള്ള ഈഗോ. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിങ്ങി എല്ലാം പറിച്ചു വന്ന് പൂവിട്ട പിന്നെ തമിഴന്മാര് വെറുതെ ഇരിക്കും. എന്റെ ബീച്ചേട്ടാ, ഞാൻ നോക്കുമ്പോ നീലക്കുറിങ്ങി ഫോട്ടോ എടുക്കാമെന്ന ക്യാമറമാൻ ക്യാമറയുടെ ലെൻസിൽ തല്ലിക്കൊണ്ടിരിക്കുക ഇയാളെ. ഞാനെന്തോ ചെയ്യാനാ? ലെൻസ് ഇത് പറിച്ചെടുക്കൂ. അത്രയ്ക്ക് പ്രശ്നങ്ങൾ ഇയാൾ ഒപ്പിക്കുന്നത്. എന്റെ ബേബി കുട്ടാ. എന്തോ ഇടുക്കി ഡാം പൊട്ടിയ പോലെയല്ലേ വന്നത്. തുടച്ചു കളതണ്ടേ അങ്ങോട്ട്. നിനക്കെന്താ ജോലി? എനിക്ക് ഈ ഓഫ് റോഡിന്റെ പരിപാടിയാണ്. ആണോ? ഞാൻ ഈ മൂന്നാർ വരുന്ന ടൂറിസ്റ്റുകളെ കൊണ്ട് ഓഫ് റോഡിന് പോകും. ഞാൻ എങ്ങനെ രാവിലെ ഓഫ് റോഡിന് ചെന്നപ്പോഴാണ് മേഡം വിളിച്ചത് അച്ഛനെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ വേറെ അബദ്ധം പറ്റി. ഞങ്ങൾ ഓഫ് റോഡിന് പോയപ്പോ കൊക്കയുടെ മണ്ടിൽ ജീപ്പ് കുരുങ്ങിയിരുന്നു. അയ്യോ, അപ്പൊ ടൂറിസ്റ്റുകൾ സേഫായിട്ട് ജീപ്പിൽ തന്നെ ഇരിപ്പുണ്ട്. എനിക്ക് അവരെ രക്ഷിക്കുക എന്നതിലേക്കാൾ പ്രധാനമാണ് ഇദ്ദേഹത്തെ ശിക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇയാൾ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണം. എന്നാൽ മാത്രമേ ഞാൻ സന്തോഷമായിട്ടിരിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഓഫ് റോഡിന്റെ ഒരു പ്രചോദനം ഞാനാണ് കൊടുക്കുന്നത്. സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം അടിച്ച് ഏതെങ്കിലും റോഡ് സൈഡിൽ ഓഫായി കിടക്കും. ഇത് കാണുമ്പോഴാണ് ഇവന് ഓഫ് റോഡ് എന്നുള്ള ചിന്ത ഉണ്ടാവും. അത് ഉള്ള കേസാകട്ടോ. എന്നിട്ട് ഞാൻ തന്നെ മൂന്നാറിന്റെ ഏതെങ്കിലും തെരുവിൽ രാവിലെ പോയി നോക്കുമ്പോൾ കുൽഫി ഐസ്ക്രീം പോലെ കിടക്കണുണ്ടാവും. അത്രയ്ക്ക് തണുപ്പല്ലേ മൂന്നാർ? എല്ലാം മറിയിച്ചോല്ല മനുഷ്യൻ. അങ്ങനെ ഞാൻ പെറുക്കിക്കൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവയ്ക്കും. നീ എന്നെ ജാമത്തിലിറക്കണം. ജാമത്തിലെടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മൂന്നാർ ചന്തയെ കൊണ്ടുവയ്ക്കും. ചന്തയിൽ കൊണ്ടുവയ്ക്കാൻ ഞാൻ അവിടെ മഴയത്ത് പൊട്ടി വന്ന കൂണിന് വരെയും ഇതിലും പൈസ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് അതും കിട്ടത്തില്ല. എനിക്ക് താല്പര്യമില്ല. എന്നെ നീ എന്തായാലും ജാമത്തിലെടുക്കണം. ജാമത്തിലെടുക്കത്തില്ലെന്ന് പറഞ്ഞില്ല. ജാമത്തിലെടുക്കണം. ജാമത്തിലെടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ എടുക്കത്തില്ല. അച്ഛനാണോ പറയുന്നത്? ജാമത്തിലെടുക്കണം. അറസ്റ്റ് ചെയ്തോ. നിനക്ക് ജാമ്യത്തിലെടുക്കാൻ പറ്റൂലേ? പറ്റത്തില്ല. ഒറ്റ പോലെ എനിക്ക് കൊണ്ടില്ലല്ലോ. കൊണ്ടത്തില്ലേ? ഇതാണ് ജനമൈത്രി. ഈ മര്യാദക്ക് അങ്ങനെ ജാമ്യത്തിൽ എടുത്തോണ്ട് പോയി കഴിഞ്ഞാ നീ രക്ഷപ്പെടും. ഇല്ലാന്നുണ്ടെങ്കിൽ മോനെ 7 വർഷം ഞാൻ അകത്ത് പിടിച്ചിടും. എന്തോ കാര്യത്തിനാന്നോ? നീ നേരത്തെ അവിടെ എന്തോ കാര്യം ചെയ്തിട്ടില്ല ഇങ്ങോട്ട് വന്നത്. കുറെ ടൂറിസ്റ്റുകൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്താ ചെയ്ത? അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് മാഡം. ആണോ? നിനക്ക് ജാമ്യം എടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ? പറ്റും, ഞാൻ കൊണ്ടുപോയിക്കോളാം.